എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീ VR ജോഷി പറഞ്ഞ വളരെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് നന്ദി. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ചരിത്രപരമായിട്ടുള്ളൊരു ദിവസത്തിലാണ്. മാർച്ച് 4-ാം തീയതി 1925 ഇതേ ദിവസം സൂക്ഷ്മമായി 100 വർഷം മുമ്പ് ആലുവയിൽ ഗുരുദേവൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം വിളിച്ചു കൂട്ടിയ സർവമത സമ്മേളനം സമാപിച്ചു. ആ ദിവസം തന്നെ നമ്മൾ കൂടി ആ ആലുവ സന്ദേശത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ദർശനത്തിനെയും ദൗത്യത്തിനെയും നമ്മൾ വീണ്ടും ഓർക്കണം. അതിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത വീണ്ടും നമ്മൾ പുതുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പക്ഷേ ഇത് ഗുരു 1925 ഈ ആലുവ സർവമത സമ്മേളനം കഴിഞ്ഞ് 7 മാസത്തിനുള്ളിൽ ഈ ശ്രീ ജോഷി പറഞ്ഞതുപോലെ ശ്രീ CV കുഞ്ഞിരാമനുമായിട്ടുള്ള ഒരു സംവാദം കേരള കൗമുദിയിൽ പബ്ലിഷ് ചെയ്തു ഒക്ടോബർ 8-ാം തീയതി 1925. അപ്പോൾ ഈ 7 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞതും ഈ ആലുവ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതും ഇത് രണ്ടും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഗുരു ഇന്ത്യയെ കണ്ടത്. ആ സംഭാഷണത്തിൽ അദ്ദേഹം ചോദിക്കുന്നു, ആലുവ സർവമത സമ്മേളനത്തിൽ എല്ലാ പ്രഭാഷണങ്ങളും ശ്രദ്ധയോടെ ഗുരു കേട്ടുവെങ്കിലും ഗുരു ആകപ്പാടെ വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു സന്ദേശം മാത്രമേ ഗുരുവിൻ്റെ വാക്കുകളിൽ പറഞ്ഞിട്ടുള്ളൂ. അത് വെറും ഒരു 12 വാക്കുകളിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. മറ്റേത് സ്വാമിമാരുടെ സത്യവ്രത സ്വാമിയുടെ ഇൻട്രൊഡക്ടറി സ്പീച്ചൊക്കെ ഉണ്ട്. അത് ഗുരുദേവനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തത് തീർച്ചയായിട്ടും. പക്ഷേ ഗുരുദേവൻ്റെ വാക്കുകളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ആ വാക്കുകൾ വെറും പ്രസക്തമായി 12 വാക്കുകൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്കുകൾ വളരെ വളരെ പൂർവമായിട്ടുള്ള വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശ്യം ഒന്നാണ്. ഭിന്ന മത അനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ആവശ്യമില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനെ പല വിധത്തിലും നമുക്ക് കാണാം. ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ കാണുന്നത്, അദ്ദേഹം പറയുന്നത് ഈ സംഘർഷത്തിൽ ആധ്യാത്മികമായിട്ടുള്ളൊരു അടിസ്ഥാനം ഇല്ല എന്നാണ് പറയുന്നത്. ഈ പ്രസംഗങ്ങളെല്ലാം കേട്ടു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എല്ലാ മതങ്ങളുടെയും പരമ ഉദ്ദേശ്യം ഒന്നാണ്. ആധ്യാത്മിക പശ്ചാത്തലത്തിൽ, ദൃഷ്ടികോണത്തിൽ. അതുകൊണ്ട് ഭിന്നമത അനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സത്യം അറിയണമെങ്കിൽ നമ്മൾ ഉദാഹരണത്തിൽ ഈ രാമകൃഷ്ണ മിഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. രാമകൃഷ്ണ മിഷൻ പറയുന്നു, ഞാനൊന്ന് 2-3 വരി വായിക്കാം. അപ്പോൾ എന്താണ് മതസംഘർഷത്തിൻ്റെ ഉള്ളടക്കമെന്ന് ഗുരുവിൻ്റെ ഈ വാക്കുകളും രാമകൃഷ്ണ മിഷൻ്റെ വാക്കുകളും കൂടെ നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമാകും. അപ്പോൾ ഗുരു പറയുന്നത് എന്താണ്? മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതിൻ്റെ പുറകിൽ ആധ്യാത്മിക അടിസ്ഥാനമില്ല. പിന്നെ എന്താണുള്ളത്? സാമൂഹിക അടിസ്ഥാനം, രാഷ്ട്രീയ അടിസ്ഥാനം, സാമ്പത്തിക അടിസ്ഥാനം. പക്ഷേ ആധ്യാത്മിക അടിസ്ഥാനമില്ല മതങ്ങൾ തമ്മിൽ. അത് എന്തുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് സംസാരിക്കാം. രാമകൃഷ്ണ മിഷൻ പറയുന്നു, AD 11-ാം നൂറ്റാണ്ട് വരെ വേദാന്തത്തിന്, അപ്പോൾ വേദാന്തം എന്നാണ് പറയുന്നത്, ഹിന്ദുയിസം എന്നല്ല, വേദാന്തത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്ന വെല്ലുവിളികൾ ആന്തരികമായിരുന്നു. ഇവ പ്രധാനമായും ബുദ്ധമതം, ജൈനമതം എന്നിവയിൽ നിന്നും വേദാന്തത്തിലെയും ഹിന്ദുമതത്തിലെ ഓരോ വിഭാഗങ്ങളിലെയും ഭിന്നതകളിൽ നിന്നാണ് വന്നത്.
11-ാം നൂറ്റാണ്ട് മുതൽ ഇസ്ലാം ഇന്ത്യൻ സമൂഹത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. പിന്നീട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്ന അനേകം മഹാന്മാർ ദൈവത്തിൻ്റെ ഏകത്വം, ഇതാണ് ഇസ്ലാമിൻ്റെ വെല്ലുവിളി, ദൈവത്തിൻ്റെ ഏകത്വം, മനുഷ്യ സാഹോദര്യം, സാമൂഹിക സമത്വം തുടങ്ങിയ ആശയങ്ങൾ സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക വെല്ലുവിളിയെ പ്രതികരിച്ചു. അപ്പോൾ അതായത് ഇസ്ലാമിൽ നിന്നുള്ള 3 വെല്ലുവിളികൾ രാമകൃഷ്ണ മിഷൻ പറയുന്നത്: ദൈവത്തിൻ്റെ ഏകത്വം എന്ന ആശയം, മനുഷ്യൻ്റെ സാഹോദര്യം ഒരു വെല്ലുവിളിയാണ് വേദാന്തത്തിന്. 3-ാമത് സാധാരണക്കാർക്കിടയിലുള്ള സാമൂഹിക സമത്വം. അപ്പോൾ സാമൂഹിക സമത്വവും മനുഷ്യൻ്റെ സാഹോദര്യവും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കലാണ്. അപ്പോൾ വേദാന്തവും ഈ ഇസ്ലാമും തമ്മിൽ നടക്കുന്ന സംഘട്ടനം രാമകൃഷ്ണ മിഷൻ ആക്ച്വലി പറയുന്നത് ഇത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കലാണെന്നാണ്, അല്ലാതെ ആധ്യാത്മികമല്ല. പിന്നെ അവർ പറയുന്നു ഇന്ത്യൻ സമൂഹം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നാണ്, ക്രിസ്തു മതത്തിൽ നിന്നുള്ള വെല്ലുവിളി. എന്താണ്? ദരിദ്രരും രോഗികളും വീണുപോയവരുമായി സ്വയം തിരിച്ചറിയുന്ന ഒരു രക്ഷകനായ ദൈവത്തിൻ്റെ ആശയം. സാധാരണ മനുഷ്യരെ, പാവപ്പെട്ടവരെ ദരിദ്രരാക്കുന്ന ദൈവമല്ല, ദരിദ്രരെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അത് വേദാന്തത്തിന് ഒരു വെല്ലുവിളി ആയിട്ടാണ് അവർ കാണുന്നത്. പിന്നെ ആധുനിക യുക്തിസഹമായ ചിന്തയും ശാസ്ത്രവും വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. അത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കലാണ്, ആധ്യാത്മികമല്ല. ഒരു തുറന്ന സമൂഹം, ഓപ്പൺ സൊസൈറ്റി, അതും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കലാണ്, ആധ്യാത്മികമല്ല. സ്വാതന്ത്ര്യം, ഫ്രീഡം, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കലാണ്. സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ്, ഇതാണ് ഇസ്ലാമിൽ നിന്ന് കണ്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ. അപ്പോൾ ഒരു വശത്ത് ഗുരു പറയുന്നു മതങ്ങൾ തമ്മിൽ കലഹിക്കുന്നതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ്. അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള സമരമല്ല ഇത്. രാമകൃഷ്ണ മിഷൻ തുറന്ന്, ഇത് ഞാൻ ഒരുപാട് ഇതിനെ കോട്ട് ചെയ്തുകൊണ്ട് അവരിപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഇത് മാറ്റി, കുറേ നാളുണ്ടായിരുന്നു. പക്ഷേ അവർ തുറന്ന് പറയുന്നത് ഇത് അവരുടെ പ്രശ്നം, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ള പ്രശ്നം പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യലാണ്, ആധ്യാത്മികമല്ല. അപ്പോൾ ഗുരു പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ ഈ ആലുവ സർവമത സമ്മേളനത്തിൽ ഗുരു പറയുന്നതെല്ലാം വളരെ സൂക്ഷ്മമായി ആണ് സംസാരിക്കുന്നത് എല്ലാം. അത്രയേ ഉള്ളൂ ഗുരു പറയുന്നത്. ആധ്യാത്മിക അടിസ്ഥാനമില്ല ഈ സംഘടനത്തിൻ്റെ പുറകിൽ എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അയോധ്യ അനന്തര ഇന്ത്യയിലാണ്. അയോധ്യയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ബാബ്രി മസ്ജിദ് രാമജന്മഭൂമി ക്ഷേത്ര തർക്കത്തിൽ സുപ്രീം കോടതിയുടെ നവംബർ 9, 2019 ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി പറയാണ്, പാരഗ്രാഫ് 798 പാരഗ്രാഫ് 800 സുപ്രീം കോടതി കണ്ടെത്തിയത് ഇങ്ങനെയാണ്: മുസ്ലിംകൾ പള്ളി ഉപേക്ഷിച്ചിട്ടില്ല. ഒരു പൊതു ആരാധനാലയം നശിപ്പിക്കുക എന്ന കണക്ക് കൂട്ടലിലാണ് പള്ളിയുടെ മുഴുവൻ ഘടനയും ഡിസംബർ 92 6-ാം തീയതി തകർത്തത്. 450 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച പള്ളി മുസ്ലിംകൾക്ക് തെറ്റായി നിഷേധിക്കപ്പെട്ടു. ഇത് സുപ്രീം കോടതി പറയുന്നതാണ്. നിയമവാഴ്ചയിൽ പ്രതിബദ്ധതയുള്ള ഒരു മതേതര രാഷ്ട്രത്തിലും ചെയ്യാൻ പാടില്ലാത്ത മാർഗങ്ങളിലൂടെ പള്ളിയുടെ ഘടന നിഷേധിക്കപ്പെട്ട മുസ്ലിംകളുടെ അവകാശം കോടതി അവഗണിക്കുകയാണെങ്കിൽ നീതി വിജയിക്കില്ല എന്ന് കോടതി തന്നെ പറയാണ്. അപ്പം നീതി വിജയിച്ചില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് കോടതിയുടെ ആശയം തന്നെയാണ് നമ്മൾ പറയുന്നത്. എല്ലാ മതങ്ങളുടെയും തുല്യതയാണ് ഭരണഘടന അനുശാസിക്കുന്നത്. സഹിഷ്ണുതയും പരസ്പര സഹവർത്തിത്വവും നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെയും മതേതര പ്രതിബദ്ധതയെ പരിപോഷിപ്പിക്കുന്നു. ഇങ്ങനെ പള്ളിയെ നശിപ്പിച്ച സ്ഥലത്തിൽ ഒരു ക്ഷേത്രം പണിയുന്നത് ഇത് കോടതി പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ്.
പള്ളിയെ നശിപ്പിച്ച് ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുന്നത് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണം എന്ന അപരവൽക്കരണത്തിനെതിരെ അപരത്വത്തിൻ്റെ ഉന്മൂലനത്തിന് വേണ്ടി നിരന്തരം പോരാടിയ ശ്രീ നാരായണ ഗുരുവിൻ്റെ മാനവധർമ്മത്തിൻ്റെ ഘടകവിരുദ്ധമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ കൂടുന്നത്. നമുക്കറിയാം, നാം ഈ മതത്തിൻ്റെ പേര് ഉപയോഗിച്ച് സാമൂഹികവും രാഷ്ട്രീയവുമായ വലിയൊരു ആക്രമണം നടക്കുകയാണ് മൈനോറിറ്റീസിനെതിരെ. ആ ആക്രമണം നടത്തുന്നത് ഏത് ശക്തിയാണ്? ഹിന്ദുത്വം എന്ന് പറയുന്ന ശക്തിയാണ്. അതുമാത്രമാണ് ഈ രാജ്യത്ത് മതസംഘർഷം ഉണ്ടാക്കുന്നത്. ഹിന്ദുത്വം എന്ന് പറഞ്ഞ ഒരു ശക്തിയാണ്, ഒരു മൂവ്മെൻ്റാണ്, പ്രസ്ഥാനങ്ങളാണ് ഈ രാജ്യത്ത് മത സൗഹാർദ്ദത്തിന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതെന്താണ് ഹിന്ദുത്വം എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനം ഇന്ന് ഒരു 50 വർഷം 60 വർഷം മുമ്പ് വരെ നമ്മൾ ഹിന്ദുക്കളായിട്ട് കരുതുന്നില്ല. ഹിന്ദു എന്ന് വെച്ചാൽ കാസ്റ്റ് ഹിന്ദു മാത്രമായിരുന്നു. നമ്മൾ ഔട്ട് ഓഫ് കാസ്റ്റാണ്, ഔട്ട് ഓഫ് കാസ്റ്റ് ഉള്ളവർ മാത്രമാണ് ഹിന്ദുസ്. ഈ കഴിഞ്ഞ ഒരു 50-60 വർഷത്തിലാണ് നമ്മളെല്ലാം ഹിന്ദുക്കളായത്. അതെങ്ങനെയായെന്നുള്ളത് നമ്മൾ വളരെ ബ്രീഫായിട്ട് പറയാം. പക്ഷേ ഈ ഹിന്ദുത്വ മൂവ്മെന്റ് നിലനിൽക്കുന്ന അതിൻ്റെ അടിസ്ഥാനം ഈ രാജ്യത്തെ 80% സംഘടിത ഇസ്ലാം, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ് ആദി മതങ്ങളിൽ പെടാത്ത ഇന്ത്യൻ ജനതയുടെ 80% ഹിന്ദു ആണെന്നുള്ളൊരു ആശയത്തിലാണ് ഈ ഹിന്ദുത്വം നിലനിൽക്കുന്നത്. അത് ശക്തമായി ഈ 85% വലിയൊരു സെക്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതെങ്ങനെ അത് ഉണ്ടായി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് 1925 RSS സെപ്റ്റംബർ 27 ഉണ്ടാവുന്നു. 1965 ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഒക്ടോബർ 8 11ാമത്തെ ദിവസം ഈ സംവാദത്തിൽ ശ്രീ CV കുഞ്ഞിരാമനായിട്ടുള്ള സംവാദത്തിൽ നാരായണ ഗുരു പറയുന്നു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. ഒരു സൈഡിൽ കൂടെ ഹിന്ദുത്വം, നമ്മൾ ഹിന്ദുക്കളാണ് എന്ന് 85% ആൾക്കാർ വിശ്വസിക്കുന്നു, ഹിന്ദു മതത്തിന് വേണ്ടി പോരാടുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു. മറ്റു വശത്ത് ഹിന്ദു എന്നൊരു മതം പെർഫെക്റ്റ് അല്ല, അതിനെ റിഫോം ചെയ്യണമെന്നല്ല, അതിനെ വിടണം എന്നല്ല, ഏറ്റവും റാഡിക്കലായിട്ടുള്ള ഒരു ആൻറ്റി ഹിന്ദു സോഷ്യൽ റിലീജിയസ് ഐഡന്റിറ്റി പൊസിഷൻ എടുക്കുന്നു. നാരായണ ഗുരു പറയുന്നു, ഇങ്ങനത്തെ ഒരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ 100 വർഷമായി 99 വർഷമായി അവഗണിച്ചു. ഗുരുവിൻ്റെ ഈ സന്ദേശം ഇത് പറയുന്നതിന് തൊട്ടു മുമ്പ് എന്തുകൊണ്ട് ഗുരു ഇത് പറയുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്നു. ഗുരു പറയുന്നു, ദേശകാല ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാ രാജ്യങ്ങളിലും ഗുരുക്കന്മാർ മതങ്ങളുടെ അടിസ്ഥാനമായ സനാതന ധർമ്മങ്ങളെയോ ഗുരു സനാതന ധർമ്മങ്ങളാണ് പറയുന്നത്. സനാതന ധർമ്മങ്ങളെയോ മൂല്യങ്ങളെയോ മുന്നോട്ട് വയ്ക്കുന്നു സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഉദാഹരണം ഗുരു പറയുന്നു, ഹിംസയിലായപ്പോൾ ബുദ്ധൻ അഹിംസ മുന്നോട്ട് വെച്ചു. സ്നേഹത്തിന്റെ ആവശ്യമുള്ളപ്പോൾ യേശു സ്നേഹം മുന്നോട്ട് വെച്ചു. സാഹോദര്യത്തിന്റെ ആവശ്യം അറേബ്യയിൽ ഉണ്ടായപ്പോൾ നബി സാഹോദര്യത്തിന് മുന്നോട്ട് വെച്ചു. ഇത് മൂന്നും പറഞ്ഞുകൊണ്ട് ആ തലത്തിൽ നിന്നുകൊണ്ട് ബുദ്ധന്റെയും യേശുവിൻ്റെയും നബിയുടെയും തലത്തിൽ നിന്നുകൊണ്ട് ഗുരു ചോദിക്കുന്നു, ഇന്ത്യക്ക് ഇന്ന് എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്നു. ഭാരതത്തിൽ നിന്നല്ല, ഇന്ത്യക്ക് ഇന്ന് എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഗുരു ഉത്തരം പറയുന്നു, 1925 ഇന്ത്യക്ക് ഇന്ന് ആവശ്യമുള്ളത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും വിമോചനം. അപ്പോൾ ഗുരു മുൻകാണുന്നു എന്താണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു സംഘർഷം ഉണ്ടാകാൻ പോവുകയാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ. ഇന്ന് നമുക്കൊരു
വാർണിംഗ് തരികയാണ് ഗുരു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് ഹിന്ദു എന്ന് വെച്ചാൽ, ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ അപകടം വരാൻ പോകുന്നത് ഗുരുവിന് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ ചോദ്യം ചോദിച്ച് ഗുരു പറയുന്നു, എന്താണ് മതം? ഗുരു പറയുന്നു, രാമന്റെയും കൃഷ്ണന്റെയും മതം ഒന്നല്ല. മതം എന്ന് വെച്ചാൽ അഭിപ്രായമാണ്. രാമന്റെയും കൃഷ്ണന്റെയും മതം ഒന്നല്ല. അന്ന് 20 കോടി സോക്കോൾ ഹിന്ദുക്കളുണ്ട്. ഗുരു പറയുന്നു 20 കോടി മതങ്ങളുണ്ടെന്ന് പറയും. മുസ്ലിമായാലും ക്രിസ്ത്യനായാലും ഏതായാലും ഈ ഗ്രന്ഥം അല്ലെങ്കിൽ പ്രവാചകൻ ഒരു സോഴ്സാണ്. ആ സോഴ്സിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ വിധത്തിൽ ഇത് മനസ്സിലാക്കും. അപ്പൊ ഗുരു പറയുന്നത് മതം നിലനിൽക്കുന്നത് ഒരു ഗ്രന്ഥത്തിലോ ഒരു പ്രവാചകന്റെ പ്രവചനത്തിലല്ല, വ്യക്തികളുടെ മനസാക്ഷിയിലും ബുദ്ധിയിലുമാണ് ആക്ച്വലി അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പറയുന്നു മതം എന്ന് വെച്ചാൽ വ്യക്തിയുടെ അഭിപ്രായമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഗുരുജി പറയുന്നു, ഹിന്ദു എന്നുള്ളൊരു മതം ഒരു 11 മതങ്ങളുടെ പൊതു പേരാണെന്ന് പറയുന്നു. ആദ്യം ഇത് ഈ ഭൂഖണ്ഡത്തിലുള്ള ആൾക്കാരെ, പുറത്തുള്ള ആൾക്കാരെ വിവരിക്കാൻ ഉപയോഗിച്ച ഒരു വാക്കാണ് ഹിന്ദു. പക്ഷെ ഇന്നത് 11 മതങ്ങളുടെ പൊതു പേരാണ് ഗുരു പറയുന്നു. ആ 11 മതങ്ങളെ ഇദ്ദേഹം ഗുരു ലിസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് ഈ 11 മതങ്ങൾ? വൈദിക മതം, പൗരാണിക മതം, ശൈവ മതം, വൈഷ്ണവ മതം, അദ്വൈത മതം, വിശിഷ്ട അദ്വൈത മതം, ദ്വൈത മതം, ശാക്തേയ മതം, വൈശേഷിക മതം, സാഖ്യ മതം, മീമാംസ മതം. 11 മതങ്ങൾ ഗുരു ലിസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നത് ഈ 11 മതങ്ങളുടെ പൊതു പേരാണ് ഹിന്ദു. സെമിറ്റിക് എന്ന് പറഞ്ഞാൽ 3 മതങ്ങളുടെ പൊതു പേരാണ് സെമിറ്റിക്. നമുക്കറിയാമല്ലോ, ക്രിസ്ത്യൻ, ജൂയിഷ് അല്ലെങ്കിൽ മുസ്ലിം, ഇസ്ലാം. ഇതിന്റെ ഈ 3 മതങ്ങളുടെ പൊതു പേരാണ് സെമിറ്റിക്. കാരണം ആ ഒരു ഏരിയയിൽ നിന്ന് ഉത്ഭവിച്ചു. അവര് ചില സാമാന്യതകളുണ്ട്, ഒരുപാട് വിഭിന്നതകളുണ്ട്. ഗുരു പറയുന്നു ഈ 11 മതങ്ങളിൽ സാമാന്യതകളുണ്ട്, പക്ഷെ വളരെ ശക്തമായിട്ടുള്ള വിഭിന്നതകളുണ്ട്. ദ്വൈതത്തിലും അദ്വൈതത്തിലും ഒരുമിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. വിശിഷ്ട അദ്വൈതത്തിലും ഒരേ സമയത്ത് വിശ്വസിക്കാൻ പറ്റില്ല. വൈഷ്ണവ മതത്തിലും ശൈവ മതത്തിലും ഒരേ സമയത്ത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ വിഭിന്നതകളുണ്ട്, വളരെ ഇർറിക്കൺസിലബിൾ ആയിട്ടുള്ള വിഭിന്നതകളുണ്ട്. അതുപോലെ തന്നെ സെമിറ്റിക് ആണെങ്കിൽ ഞാൻ ക്രിസ്ത്യനാണ്, മുസ്ലിമാണ്, ജൂയിഷാണെന്ന് പറയാൻ ഒക്കില്ല. എന്ന് വെച്ചാൽ മുസ്ലിം ഈ നബി പ്രോഫറ്റ് ആണെന്ന് ജൂവും ക്രിസ്ത്യനും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ജീസസ് പ്രോഫറ്റ് ആണെന്ന് ജൂ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നബി പ്രോഫറ്റ് ആണെന്ന് ക്രിസ്ത്യനും ജൂ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ചില ഇർറിക്കൺസിലബിൾ ഫണ്ടമെന്റൽ ഡിഫറൻസസ് ഉണ്ട് ഇവർ തമ്മിൽ. പക്ഷേ ഒരു ഗ്രൂപ്പാണ്. പക്ഷെ ഈ ഒരു മതത്തിൽ പെടാതെ സെമൈറ്റിക് ആണെന്ന് പറയാൻ ഒക്കില്ല. ഞാൻ ഇതിൽ 3ലും വിശ്വസിക്കുന്നു, ഞാൻ സെമിറ്റിക് ആണ്, അല്ലെങ്കിൽ ഞാൻ വൈഷ്ണവനാണ്, ഞാൻ സെമിറ്റിക് ആണെന്ന് പറയാൻ ഒക്കില്ല. ഈ ഏതെങ്കിലും ഒരു മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സെമിറ്റിക് ആണെന്ന് പറയാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് ഈ 11 ഗുരുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയണം, ഈ 11 മതങ്ങളിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് ഹിന്ദുക്കൾ. അതിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോളൂ. പക്ഷെ 11 ബ്രാഹ്മണിക്കൽ മതങ്ങളാണ്. അതിൽ നമുക്ക് ഇടമില്ല. നമ്മളതിന്റെ ശാസ്ത്രങ്ങൾ വായിക്കാൻ പാടില്ല, അമ്പലത്തിൽ കയറാൻ പാടില്ല. പിന്നെ ഒരു അമ്പലങ്ങളുടെ, ക്ഷേത്രങ്ങളുടെ ഒരു 10 മൈൽ ദൂരെ നിന്ന് പ്രാർത്ഥിക്കണം. എന്നാലും ഞാൻ അദ്വൈതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഒരു വിരോധവുമില്ല. പക്ഷെ ഇത് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചേ പറ്റൂ. എന്നാലേ ഹിന്ദു ആണെന്ന് പറയാൻ ഒക്കുള്ളൂ. അപ്പം നമുക്ക് വാസ്തവത്തിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി. അതെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹിന്ദുക്കളാണെന്ന് വാസ്തവത്തിൽ പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. നമ്മൾ സെമിറ്റിക് ആണെന്ന് പറയുന്ന പോലെയാണ്. അത് തെറ്റാണ്. അതല്ലെങ്കിൽ നമ്മൾ എന്താണ്? നമ്മുടെ ആധ്യാത്മികത എന്താണ്? ഈ 85% ആൾക്കാരുടെ ആധ്യാത്മികത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാത്തിനെയും പൂജിക്കും, എല്ലായിടത്തും തൊഴും. നമ്മൾ വൈഷ്ണവ അമ്പലത്തിൽ പോവും, ശൈവ അമ്പലത്തിൽ പോവും,
അല്ലേ? നമ്മൾ കൃഷ്ണൻ കോവിലിൽ പോവും, യക്ഷിയമ്മൻ കോവിലിൽ പോവും, എല്ലായിടത്തും നമ്മൾ പോവും. നമ്മൾ എല്ലാത്തിനെയും പൂജിക്കും. ഈ കസേര ഒരു ദിവ്യ സാധനമാണെന്ന് വിശ്വസിച്ചാൽ അതിനെയും പൂജിക്കും. അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ദൈവസങ്കല്പം എന്താണ്, എന്തിനെ പൂജിക്കണം, എന്തിനെ ദിവ്യമായിട്ട് കാണണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, വേറെ ആരുമല്ല. നമുക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പലരും ഈ അമ്പലങ്ങളിലൊക്കെ പോവും, പള്ളി കാണുമ്പോൾ തൊഴും, മോസ്ക് കാണുമ്പോൾ തൊഴും, ഗുരുദ്വാര കാണുമ്പോൾ തൊഴും, എല്ലാത്തിനെയും തൊഴുന്ന ഒരു തുറന്ന ആധ്യാത്മികതയുള്ള ആൾക്കാരാണ് ഈ 85% ആൾക്കാർ. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് 20 കോടി മതങ്ങളുണ്ടെന്ന്. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ഓരോ മതമുണ്ട്, ഇഷ്ടദേവതകളുണ്ട്. അവിടെ ഈ മതങ്ങളിനകത്ത് പോയാൽ ഇവർ ആരെ പൂജിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഈ വൈഷ്ണവ അമ്പലത്തിൽ പോയാൽ ഇയാൾ എന്ത് പറയുന്നു, ഇയാളുടെ വിശ്വാസങ്ങൾ എന്താണ്, ഇയാളുടെ ആചാരങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ല. ഇത് വൈഷ്ണവ അമ്പലമാണെന്ന് പോലും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്തിനെ കണ്ടാലും നമ്മൾ പൂജിക്കും, നമ്മൾ സ്നേഹിക്കും, നമ്മൾ ആദരിക്കും. ഇത് വാസ്തവത്തിൽ ഒരു വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള, വളരെ ഒരു ഉയർന്ന ഒരു ആധ്യാത്മികതയാണ്. എൻ്റെ അഭിപ്രായത്തിൽ തുറന്നൊരു ആധ്യാത്മികതയാണ്. ഒരു വളരെ വൈവിധ്യമുള്ളൊരു രാഷ്ട്രത്തിന് ആവശ്യമുള്ള, അത്യാവശ്യമുള്ള ഒരു ആധ്യാത്മികതയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇതിനൊരു പൊതുപ്പേരില്ല. അപ്പോൾ ഹിന്ദു നമ്മുടെ പൊതുപ്പേരാകാൻ ഒക്കില്ല. പിന്നെ എന്താണ് നമ്മുടെ പൊതുപ്പേര്? അപ്പോൾ ഗുരു ഈ പൊതുപ്പേരില്ലാത്തത് കൊണ്ടാണ് സ്വാതന്ത്ര്യം വന്ന് ജനാധിപത്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഹിന്ദു എന്നുള്ള പൊതുപ്പേര് നമ്മളുടെ യൂസ് ചെയ്ത ഒരു മത്സ്യത്തിന് പിടിക്കുന്ന വല പോലെ നമ്മൾ അത് ഇട്ടിട്ട് ഈ 11 മതങ്ങളിലേക്ക് കീഴാളുകളായിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ്, പൊതുപ്പേരില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഗുരു ഇത് മുൻകണ്ടു. ഗുരു പറഞ്ഞു, നിങ്ങൾക്കൊരു പൊതുപ്പേര് വേണമെങ്കിൽ ഈ 11 മതങ്ങളുടെ പൊതുപ്പേരല്ല നിങ്ങളുടെ പൊതുപ്പേര്. പുതിയൊരു ഒന്നുകിൽ പൊതുപ്പേര് വേണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഒരു പുതിയ പൊതുപ്പേര് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അതിനൊരു പ്രോത്സാഹനമായിട്ട് ഗുരു പറയുന്നു, ഏകമതമെന്നോ ലോകമതമെന്നോ മാനവധർമ്മമെന്നോ ഒരു പൊതുപ്പേര് നിങ്ങൾ ഉപയോഗിക്കുക. മാനവധർമ്മം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ധർമ്മം, മനുഷ്യൻ നിയന്ത്രിക്കുന്ന ധർമ്മം, മനുഷ്യൻ സ്വയം തീരുമാനിക്കുന്ന ധർമ്മം. ദൈവം എന്താണ്, ആരാണ്, ഞാൻ ആരെ പൂജിക്കണം, എങ്ങനെ പൂജിക്കണം, എപ്പോൾ പൂജിക്കണം, അതാണ് മാനവധർമ്മം. ഗുരു ആ പൊതുപ്പേര് നമുക്ക് തരുന്നു. ആ ബേസിസിലാണ് ഗുരു പറയുന്നത് ഹിന്ദു എന്നൊരു മതമില്ല. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് നെയിം, ഒരു പൊതുപ്പേര് ഒരു മതമല്ല. സെമൈറ്റിക് റിലിജൻ മതമല്ല, ഹിന്ദു മതമല്ല. അത് പല മതങ്ങളുടെയും ഒരു പൊതുപ്പേരാണ്. അതുകൊണ്ട് ഹിന്ദു നമ്മുടെ പേരല്ല എന്ന് ഗുരു അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഗുരു പറയുന്നത് പോലെ ആധ്യാത്മികമായിട്ടുള്ള യുദ്ധമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ വാറാണ്. അപ്പോൾ അവിടെ നമ്മൾ ഗുരുവിനെ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ഈ മതം, മാനവധർമ്മം ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി നിൽക്കണമെന്ന് ഗുരു ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയിൽ നിന്നാണ്. അതിന് ഏറ്റവും ഒരു സ്ഥലത്ത് മാത്രമേ കൊട്ടേഷൻ മാർക്ക് ഇട്ട് അവിടെ ഗുരു എന്ത് പറഞ്ഞു, 33-34 വയസ്സുള്ള യുവസ്വാമി എന്ത് പറഞ്ഞു എന്ന് നടരാജഗുരു മാത്രമേ കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ട് എഴുതിയിട്ടുള്ളൂ. അതിൽ നടരാജഗുരു പറയുന്നത്, ഗുരു നെയ്യാറിൽ നിന്നും കല്ലെടുത്ത് കൊണ്ടുവന്നു, എന്നിട്ട് കല്ലിനെ പൊക്കി പിടിച്ചു, കണ്ണീരൊഴുകി സംസാരിച്ചപ്പോൾ ഗുരു പറഞ്ഞത് പ്രതിഷ്ഠാ മന്ത്രങ്ങളല്ല. ഈയിടെ നമ്മൾ രാമക്ഷേത്രത്തിൽ കണ്ടതുപോലെ ഒരു ബ്രാഹ്മണനിരുന്ന് പ്രതിഷ്ഠാ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഗുരുവിന് അറിയാത്തതുകൊണ്ടല്ല, അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ആ പണ്ഡിതനല്ലേ. പക്ഷെ ഗുരു അതല്ല പറഞ്ഞത്. ഗുരു ദൈവമേ എന്ന് പറഞ്ഞില്ല, ശിവനെ പ്രാർത്ഥിച്ചില്ല. ഗുരു പറഞ്ഞെന്താണ്, പാവപ്പെട്ട ആൾക്കാരുടെ കഷ്ടപ്പാട് തീരട്ടെ, അവർക്ക് അന്നവസ്ത്രാദികൾ ഉണ്ടാകട്ടെ, അവരുടെ കഷ്ടപ്പാട് അവസാനിക്കട്ടെ എന്നാണ് ഗുരു പറഞ്ഞത്. ഗുരു പാവപ്പെട്ടവൻ്റെ ദുഃഖം പ്രതിഷ്ഠാ മന്ത്രമാക്കി മാറ്റി. അപ്പോൾ അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, ഗുരു പറയുന്നു ഇവിടെ ഈ മതസംഘർഷം ഇല്ലാതാക്കണമെങ്കിൽ ഒരു വഴി തരുന്നു ഗുരു. അതൊരു ദശപഥ മാർഗം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഗുരു പറയുന്നത് എല്ലാവരും എല്ലാ മതങ്ങളെയും പഠിക്കണം. എല്ലാവരും എല്ലാ മതങ്ങളെയും പഠിക്കണം. പ്രത്യേകിച്ച് ഈ 85% ആൾക്കാർ എല്ലാ മതങ്ങളെയും പഠിക്കണം. പഠിച്ചിട്ട് അതിലുള്ള നന്മ ഉൾക്കൊള്ളണം. എന്നിട്ട് അത് സ്നേഹപൂർവ്വം പങ്കുവെക്കണം.
വല്ല വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് സമഭാവത്തോടുകൂടി ഡിസ്കസ് ചെയ്യണം, സെറ്റിൽ ചെയ്യണം, എല്ലാം പഠിക്കണം. അപ്പോൾ ഗുരു പറയുന്നത് എന്താണ്? ഈ നന്മ, ഈ ഗുരു പറയുന്ന ഇതിൽ രണ്ട് കാര്യങ്ങൾ സ്പഷ്ടമാവുന്നു. എല്ലാ മതങ്ങളിലും നല്ല കാര്യങ്ങളും അത്ര സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളും ഉണ്ട് എന്നാണ് ഗുരു പറയുന്നത്. അതുകൊണ്ട് ഗുരു പറയുന്നത് ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാ മതങ്ങളെയും പഠിക്കണം എന്നാണ്. നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്താണ് നല്ലതെന്ന്. അപ്പോൾ ഗുരു പറയുന്നു എല്ലാ മതങ്ങളിലും നല്ല കാര്യങ്ങളും. എന്താണ് ഈ ഗുരു സൂചിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ? പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന, പാവപ്പെട്ടവരെ പ്രബലരാക്കുന്ന, സമത്വവും സാഹോദര്യവും അനുകമ്പയും ഉണ്ടാക്കുന്ന, അസമത്വം അവസാനിപ്പിക്കുന്ന ആശയങ്ങളാണ് ഗുരു. നല്ല വേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അതിനു വേണ്ടി നമ്മുടെ സമൂഹത്തിൽ, ഈ ഇന്ത്യൻ സമൂഹത്തിലും നമ്മുടെ സമുദായങ്ങളിലൊക്കെ നമ്മൾ പോരാടുകയാണ്. സ്ത്രീകളായാലും ബാക്കി കീഴാളുകളായാലും നമ്മൾ ഈ ഒപ്രഷനെതിരെ സ്ട്രഗിൾ ചെയ്യാണ്. അപ്പോൾ ആ ഒപ്രഷൻ്റെ എതിരെ സ്ട്രഗിൾ ചെയ്യുന്ന മറ്റ് മതങ്ങൾ ഈ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ആ സ്വപ്നം എങ്ങനെ നമുക്ക് ആക്കാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻട്രഡക്ഷനായിട്ടാണ് പറയുന്നത്. എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കാം. അതായത് ഒരു സൊല്യൂഷനായി ഗുരു നമുക്ക് തരുന്നത് മാനവധർമ്മം എന്ന് പറഞ്ഞിട്ട് തുറന്നു കിടക്കുന്ന ഒരു ആധ്യാത്മികതയാണ്. ആരെയും ശത്രുവായി കാണാത്ത, ആരെയും അപരനായി കാണാത്ത, നമുക്കിഷ്ടമുള്ള ഏത് ആധ്യാത്മികതയും സ്വീകരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ള, ഭരണഘടനയിൽ പറയുന്ന സദാചാരത്തിനെ പുലർത്തുന്ന, സ്വാതന്ത്ര്യം, സമത്വം, സ്വാഭിമാനം, സാഹോദര്യം ഇത് പുലർത്തുന്ന ഒരു ആധ്യാത്മിക അപ്രോച്ചാണ് ശ്രീനാരായണ മാനവധർമ്മം. അത് ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം, പൊതുപ്പേര് ആഗ്രഹിക്കുന്നവർക്ക് അതെടുക്കാം. മറ്റു പൊതുപ്പേരുള്ള ഈ മതങ്ങൾക്കെല്ലാം ഈ നന്മ ഗുരു തന്നെ പറയുന്നു, ഇതിലെല്ലാം നന്മകളുണ്ട്, ഈ ജനാധിപത്യപരമായ നന്മകളുണ്ട്, അതിനെ നമുക്ക് ഉൾക്കൊള്ളാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാം എന്നാണ് ഗുരു പറയുന്നത്. ഇന്ന് ഈ പാനലിൽ ഈ ഹിന്ദു എന്നുള്ളൊരു 11 മതങ്ങളുടെ പൊതുപ്പേരാണല്ലോ. ആ പൊതുപ്പേരിലുള്ള 11 മതങ്ങളിലെ എല്ലാ 11 മതങ്ങളിലെ അല്ല, അതിലെ ചില മതങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറും ഡോക്ടർ അമൽ രാജനും സംസാരിക്കും. അവർ നമ്മളോട് പറയാൻ പോകുന്നത് ആ മതങ്ങളിൽ ഈ മതങ്ങളെ എങ്ങനെ കാണുന്നു, അതിൽ സ്പേസ് ഉണ്ടോ, ബാക്കി ആർക്കെങ്കിലും സ്പേസ് ഉണ്ടോ, അത് എങ്ങനെയാണ് അവർ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഈ മതസൗഹാർദ്ദത്തിനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് അവർ നമ്മളോട് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 11 മതങ്ങൾ അടങ്ങുന്ന ഈ ഹിന്ദു മതം എന്ന പൊതുപ്പേരിലുള്ള മതങ്ങൾ, ആ വിശ്വാസങ്ങൾ ഇന്ത്യയിൽ ആധിപത്യം ഉള്ളിടത്തോളം കാലം ജനാധിപത്യത്തിന് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്, അസാധ്യമാണ്. എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ജനാധിപത്യ ആശയങ്ങളില്ല, വാല്യൂസ് ഇല്ല, മറ്റു മതങ്ങളെ പോലെയല്ല, സാഹോദര്യം ഇല്ല. ഇപ്പോൾ ഋഗ്വേദത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നില്ല. മനുഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 11 മതങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഈ മാനവധർമ്മത്തിൻ്റെ പാനലാണ് ഈ ആദ്യത്തെ പാനൽ. ഞാനൊരു കുറച്ച് ഇൻട്രഡക്ടറി ആയിട്ടാണ്, ഇവർ രണ്ടുപേരും എൻ്റെ യുവ സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, എനിക്ക് വളരെ സ്നേഹവും ആദരവുമുള്ള 2 ആൾക്കാരാണ്. അവർ ഒന്നിച്ച് ബാക്കി ഇരിക്കുന്ന എല്ലാവരും അവർ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ഇസ്ലാമിലുള്ള ഈ ജനാധിപത്യപരമായിട്ടുള്ള സാഹോദര്യം, സ്നേഹം, അനുകമ്പ, ഇതിലുള്ള മൂല്യങ്ങൾ, ഈ മൂല്യങ്ങളാണ് ഗുരു പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളണം, നമ്മുടെ മതത്തിൻ്റെ ഭാഗമാക്കണം, നമ്മൾ അതിനെ സ്നേഹപൂർവ്വം പങ്കുവെക്കണമെന്ന് പറയുന്ന ഈ ആശയങ്ങൾ ഡോക്ടർ നസീറും ഞാൻ വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ നസീർ, വളരെ സന്തോഷമാണെങ്കിൽ അദ്ദേഹം ഇവിടെ വളരെ വിലയേറിയ സമയം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ വർഷ ബഷീർ, ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്, പക്ഷേ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാനൊരു അഡ്മയറാണ് ഡോക്ടർ വർഷ ബഷീറിൻ്റെ. ഒരു വളരെ ഒരു ബ്രില്യൻറ്റ് സ്പീക്കറാണ്. അവർ രണ്ടുപേരും അത് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു കീഴാള വോയിസോടുകൂടി ഈ ഡോക്ടർ ശ്യാംകുമാറും അമൽ സി രാജനും ഒരു കീഴാള പെർസ്പെക്റ്റീവാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. എല്ലാവരും അങ്ങനെയാണ് സംസാരിക്കുന്നത്. ലാസ്റ്റ് പാനലിൽ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ,
ഡോക്ടർ വിനിൽ പോൾ എത്തിയോ? വരുന്നു ഡോക്ടർ വിനിൽ പോൾ. ഇവർ രണ്ടുപേരും സംസാരിക്കും. എഗെയിൻ വളരെ ഞാൻ ഇവരെ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. വിനിൽ പോളിനെ എനിക്ക് അടുത്തറിയാം, ഒരുപാട് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ ജിനുവിനെ മീറ്റ് ചെയ്തത് എനിക്ക് വളരെ സന്തോഷമുണ്ട്, വന്നതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇത് ഈ ക്രിസ്ത്യൻ ഫെയ്ത്തിലും ഉള്ള ഈ വാല്യൂസ്, ഈ ജനാധിപത്യ വാല്യൂസും ഈ സാഹോദര്യവും സ്നേഹത്തിൻ്റെ വാല്യൂസും അതിൻ്റെ ഈ മതങ്ങളുടെ ഉള്ളിൽ, ഈ ക്രിസ്ത്യൻ മതങ്ങളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഡെമോക്രാറ്റിക് സ്ട്രഗിൾസിനെ കുറിച്ചും അവർ നമ്മളോട് പറയും. അപ്പം നമ്മൾ എല്ലാ ഡെമോക്രാറ്റിക് സ്ട്രഗിൾസും ഒന്നിച്ച് കൈകോർത്ത് ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോയാൽ വലിയൊരു ഒരു പോസിറ്റീവ് റിസൾട്ട് ഈ സൊസൈറ്റിക്ക് ഉണ്ടാകും എന്ന് വളരെ ക്ലിയറാണ്. അവസാനം ഇതെല്ലാം സമ്മപ്പ് ചെയ്യാൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു യങ് സ്കോളറാണ്, ഞാൻ വളരെ അഡ്മയർ ചെയ്യുന്ന ഒരു സ്കോളറാണ് ഡോക്ടർ ആദർശ. ഡോക്ടർ ആദർശയും ഇവിടെ കോഴിക്കോട്ട് നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് എപ്പോഴും വളരെ വളരെ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പറയുകയും ചെയ്യുന്ന ഡോക്ടർ ആദർശ സംസാരിക്കും. പിന്നെ നമ്മളുടെ എല്ലാം ഒരു മാർഗദർശനം തരുന്ന മിസ്റ്റർ സുദേശം രഘുവും നമുക്കൊരു കൺക്ലൂഡിങ് ഇത് തരും, ഒരു റിമാർക്സ് തരും. അതും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഓരോ സെഷനും റഫ്ലി ഒരു 70 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ബ്രീഫ്ലി വയ്ക്കും. ലാസ്റ്റ് സെഷനിൽ ക്വസ്റ്റ്യൻ ആൻസർ കാണും. അപ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പുതിയ പെർസ്പെക്റ്റീവാണ് സർവമത സമ്മേളനം കീഴാള ഒരു ദൃഷ്ടിയിലൂടെ എന്നുള്ളത്. വളരെ നന്ദി. താങ്ക് യു.